കാസർഗോഡ് MDMA എന്ന് പറഞ്ഞ് നിരപരാധികളെ 151 ദിവസം ജയിലിലിട്ട സംഭവത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച അന്വേഷണ റിപ്പോർട്ട്. കേസ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കോഴിക്കോട് നർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ADGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ലഹരി സംഘം കൽക്കണ്ടം ഇനത്തിൽപ്പെട്ട സുക്രോസ് എന്ന പദാർത്ഥം നൽകി യുവാക്കളെ പറ്റിച്ചെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും യുവാക്കൾ വ്യക്തമാക്കി. സംഭവത്തിലെ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP അടക്കമുള്ളവർക്ക് കാഞ്ഞങ്ങാട്ടെ അഭിഭാഷകൻ മുഖേന ബിജു മാത്യു വക്കീൽ നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി വീണ്ടും KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമുക്കറിയാം തൃശ്ശൂരിൽ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീല സണ്ണിയെ ഇതുപോലൊരു ലഹരി കേസിൽ എക്സൈസ് കുടുക്കി മാസങ്ങളോളം, ഏകദേശം 72 ദിവസത്തോളം ജയിലിൽ കടന്നതാണ് ഷീല സണ്ണി. ഇവിടെ നിരപരാധികളെന്ന് കരുതി, അതായത് 2 യുവാക്കളെ ലഹരി കേസ് കുടുക്കി 151 ദിവസമാണ് ജയിലിലിട്ടത്. പക്ഷെ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? തീർച്ചയായും ടോമെ, ഷീല സണ്ണിയുടെ നമ്മൾ അതിന് തൊട്ടു പിന്നാലാണ് അതേ സമാനമായ രീതിയിലുള്ള ഒരു കേസ് വരുന്നു. ഈ കേസിൽ അതായത് 5 മാസത്തോളമാണ് ഇവർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നതെന്നാണ് ഏറ്റവും പ്രധാനം. ഇത് സംഭവത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇവരിൽ കയ്യിൽ ഈ കൽക്കണ്ടം എന്ന് പറഞ്ഞ് MDMA ആണെന്ന് പറഞ്ഞ് ഈ കൽക്കണ്ടം പിടികൂടിയ സംഭവത്തിലാണ് സുക്രോസ് എന്ന ഒരു കൽക്കണ്ടത്തിന് സമാനമായ ഒരു പദാർത്ഥം ഇതാണ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് ഈ ലഹരി മാഫിയ ഇവർക്ക് നൽകിയതാണ്. അത് ഇവരെ പറ്റിച്ചു. അതായത് ബിജു മാത്യുവിനെയും അതുപോലെ തന്നെ കണ്ണൂർ വാരത്തെ മണികണ്ഠനെയും ലഹരി സംഘങ്ങൾ പറ്റിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വന്നിട്ടുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇത് കൽക്കണ്ടമാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അത് മാത്രമല്ല, 3 തവണ ഈ കോടതിയിൽ എത്തിയപ്പോൾ കോടതിയിലും ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ രാസപരിശോധനാ ഫലം പുറത്തു വന്ന അപ്പോൾ തന്നെ ഇവരെ ജയിൽ മോചിതരാക്കി എന്നൊരു വാദം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിലൊക്കെ സംശയങ്ങളുണ്ട്. കാരണം കോടതി സ്വന്തം ജാമ്യത്തിലാണ് ഈ ഒരു രാസപരിശോധനാ ഫലം എത്തിയപ്പോൾ ഇവരെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ ബിജു മാത്യു നമ്മളോട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു, ഈ പോലീസ് സ്റ്റേഷനിലെ CCTV ക്യാമറ, അതുപോലെ തന്നെ കോടതി വരാന്തിയിലെ CCTV ക്യാമറ, അവിടെയൊക്കെ പോലീസുകാരോടും ബിജു മാത്യു പറയുന്നുണ്ട് ഇത് കൽക്കണ്ടമാണ്. ഒരു 100 ഗ്രാം കൽക്കണ്ടം തന്റെ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിയതാണ്. അതിൽ താൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള 58 ഗ്രാം ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതാണ് ഈ സംഭവം എന്ന് കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അത് CCTV ക്യാമറയിൽ ഉണ്ടെന്നാണ് ബിജു മാത്യു ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ ഇത് കൽക്കണ്ടമാണെന്ന് പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്നൊരു വാദം അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ കണ്ടെത്തലുണ്ടായിരിക്കുന്നു. എന്നാലും നർക്കോട്ടിക് കമ്മീഷണർ ബിജു മാത്യുവിന്റെ അഭിഭാഷകന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഇവർ നിയമ നടപടിയുമായി, കാരണം പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അപ്പോൾ ഈ 5 മാസക്കാലം ഒരു തെറ്റും ചെയ്യാതെ തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം ഇത് ഹനിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ തെറ്റായ നടപടിക്കെതിരെയാണ് ഇവർ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അവർ 2 പേർക്കും ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം ലഭിക്കണം എന്നാവശ്യപ്പെട്ടാണ് കേരള ഗവൺമെൻറ്റിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട്, ഹോം സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട്, DGPക്ക് അയച്ചിട്ടുണ്ട്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് കോഴിക്കോട് അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്, പിന്നെ അറസ്റ്റ് ചെയ്ത ലീല എന്ന് പറയുന്ന SHOയ്ക്കും അയച്ചിട്ടുണ്ട്. ഒരു പൗരൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് സംരക്ഷിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അത് നിവർത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ നിയമപരമല്ലാത്ത പ്രവൃത്തിയിലൂടെ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ധ്വംസിക്കാൻ, അതില്ലാതെയാക്കാൻ വേണ്ടിയുള്ളതല്ല. ചുരുക്കി പറഞ്ഞാൽ പോലീസിന് അധികാരം ലഭിക്കുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ പ്രവൃത്തിയും നിയമപരമായിരിക്കണം. KV ബൈജുവിലേക്കുണ്ട്. ബൈജു, ഇവിടെ ഇങ്ങനൊരു സംശയം, പ്രത്യേകിച്ചും കൽക്കണ്ടം ആണ് പിടിച്ചെടുത്തതെന്ന് പ്രതിഭാഗം പറയുന്നുണ്ട്. പോലീസിൻ്റെ പരിശോധനയിൽ വ്യക്തമായതാണ്.
ഇത് കൽക്കണ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലും ബിജു മാത്യുവിനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് മാസങ്ങളോളം ജയിലിലിട്ടുവെന്നാണ് പ്രധാനപ്പെട്ട പോലീസിനായിട്ടുള്ള ആരോപണം. അങ്ങനെ ഇതിന് മുൻപ് ഏതെങ്കിലും ലഹരി കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ ബിജു മാത്യുവും കൂട്ടാളിയും? എന്തുകൊണ്ടാണ് പോലീസ് അവരിലേക്ക് അങ്ങനെ അന്വേഷണം എത്താനും ഈ കൽക്കണ്ടം പിടിച്ചെടുത്തത് MDMA ആണെന്ന് കരുതി അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ടോമെ, ഈ കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഏതെങ്കിലും തരത്തിൽ കേസ്, അതായത് ലഹരി കേസോ മറ്റ് കേസുകളോ അടിപിടി കേസുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളാണ് ഈ ബിജു മാത്യു. അതുപോലെ തന്നെ വാരം സ്വദേശി കണ്ണൂരത്തെ മണികണ്ഠനും. ഇദ്ദേഹം ഒരു ബസ് ഡ്രൈവറായിരുന്നു വർഷങ്ങളായി. മറ്റൊരു ജോലി തേടി എറണാകുളത്തേക്ക് പോകുന്ന ഒരു അവസരത്തിലാണ് ഈ കോഴിക്കോട് തങ്ങുകയും ഇങ്ങനെ ഈ പോലീസ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തന്റെ മുറിയിൽ ഇതിനുള്ള രേഖകളുണ്ട്. തന്റെ ഫോൺ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ആ ഫോണൊന്നും പരിശോധിക്കാൻ ഈ ടാക്സാപ്പ് സംഘം തയ്യാറായില്ല എന്നാണ് ബിജു മാത്യു ഏതായാലും കഴിഞ്ഞ സമയങ്ങളിലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ പല സംശയങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. എന്ത് തന്നെ കാരണമുണ്ടായാലും ഒരു 151 ദിവസം വരെ ഒരു നിരപരാധികളെ ഇത്തരത്തിൽ ജയിലിൽ അടക്കുക, പിന്നീട് അത് അന്വേഷണ സംഘത്തിന് അനുകൂലമായി അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ കാരണം ഇതിൽ എന്തെങ്കിലും ഒരു പോലീസിന്റെ ഭാഗത്ത് വീഴ്ച കണ്ടെത്തിയാൽ നടപടി അപ്പോൾ തന്നെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കും മറ്റും കടക്കും. അതുകൊണ്ട് ഒരു പക്ഷേ ഈ പോലീസിന്റെ അന്വേഷണം അത് ഈ ബിജു മാത്യുവിന് ഉൾപ്പെടെ വലിയ സംശയം ഉണ്ടാക്കുന്നുണ്ട്. പോലീസിൽ വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ലഹരി സംഘം കൽക്കണ്ടം ഇനത്തിൽപ്പെട്ട സുക്രോസ് എന്ന പദാർത്ഥം നൽകി യുവാക്കളെ പറ്റിച്ചെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ.